Hello my dear students, welcome back to the new session of Python programming. In the previous session we have discussed about Python strings. Today we are going to deal with list in Python. We are already familiar with the term list in first module. Lists are one of the important sequence type in Python. A sequence is an object that contains multiple items of data. Some basic sequence type includes list, tuple, strings, etc. The most basic data structure in Python is the sequence. Each element of a sequence is assigned a number, its position or index. നമ്മൾ ഓൾറെഡി സ്ട്രിങ്സ് പഠിക്കുമ്പോൾ കണ്ടിരുന്നു, സ്ട്രിങ്സിൽ ഓരോ ക്യാരക്ടറിനും ഓരോ പർട്ടിക്കുലർ നമ്പർ അസൈൻ ചെയ്തിരുന്നു. അതിനാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സീക്വൻസ് ടൈപ്പിൽ വരുന്ന ഏതൊരു ഡാറ്റ ടൈപ്പ് ആണെങ്കിലും അതിനെല്ലാം ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. അതിലുള്ള എലമെൻസിനെല്ലാം ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇയറിലുള്ള മന്തുകൾ എന്ന് പറയുന്നത് ഒരു സീക്വൻസിന് എക്സാമ്പിളാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അതൊരു സീക്വൻസിന് എക്സാമ്പിളാണ്. കാരണം ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി ഇല്ലാതെ മാർച്ച് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഓർഡറിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സീക്വൻസ് ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെയാണ് പൈത്തണിലെ ഈ ഡാറ്റ ടൈപ്പുകളുടെയൊക്കെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനൊക്കെ സീക്വൻസ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്ട്രിങ്ങിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഇൻഡെക്സ് 0, ദെൻ സെക്കൻഡ് 1, അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മൾ സ്ട്രിങ്സിൽ ഒരുപാട് ഓപ്പറേഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സീക്വൻസ് ടൈപ്പിലും ഈ ഓപ്പറേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഇൻഡെക്സിങ്, സ്ലൈസിങ്, ആഡിങ്, മൾട്ടിപ്ലൈയിങ്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഈ സീക്വൻസ് ഡാറ്റ ടൈപ്സുകളിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ സീക്വൻസ് ഡാറ്റ ടൈപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ്. നമ്മളിന്ന് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിലാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. List is a most versatile data type available in Python, which can be written as a list of comma separated values between square bracket. നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ടാണ് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് അലൗഡ് ആണ്. ദാറ്റ് ഈസ് സ്ട്രിങ്സും ഇൻറ്റിജറും ഫ്ലോട്ടും അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് നമുക്ക് ഒരുമിച്ച് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് ചേഞ്ചബിൾ ആണ്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും. അതുകൂടാതെ ലിസ്റ്റിനെ നമ്മൾ മ്യൂട്ടബിൾ ആണ്. നമ്മൾ സ്ട്രിങ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു സ്ട്രിങ് മ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. ദാറ്റ് ഈസ് ലിസ്റ്റിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഹൗ ടു ക്രിയേറ്റ് എ ലിസ്റ്റ്. എ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ പ്ലേസിംഗ് ഓൾ ഐറ്റംസ് ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. It can have any number of items and they may be of different types. ഇതൊക്കെ പല ലിസ്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ലിസ്റ്റ് 2, ലിസ്റ്റ് 3, ലിസ്റ്റ് 4 എന്നൊക്കെയുള്ള പേരിൽ പല ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് മാത്രമുള്ളതാണ്. ഇതൊരു എംപ്റ്റി ലിസ്റ്റിന് എക്സാമ്പിൾ ആണ്. ലിസ്റ്റ് വിത്തൗട്ട് എനി എലമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് ലിസ്റ്റിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇതിലൊരു സ്ട്രിങ് ടൈപ്പും ഇൻറ്റിജർ ടൈപ്പും ഫ്ലോട്ടിംഗ് ടൈപ്പും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ലിസ്റ്റും സ്ട്രിങ് ടൈപ്പും അതുപോലെ ഇൻറ്റിജർ ടൈപ്പും എല്ലാം മിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സോ അല്ലെങ്കിൽ വാല്യൂസോ ജസ്റ്റ് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ലിസ്റ്റ് പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ലിസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ലിസ്റ്റ് ക്യാൻ ഓൾസോ ഹാവ് അനദർ ലിസ്റ്റ് ആസ് എൻ ഐറ്റം. ദിസ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. ദാറ്റ് ഈസ് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ലിസ്റ്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ദാറ്റ് ഈസ് ലിസ്റ്റ് 1 ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഒരു സ്ട്രിങ് ഉണ്ട്, വേറെ ഒരു ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ലിസ്റ്റിന് വേറൊരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്, വിച്ച് ഈസ് നോൺ ആസ് നെസ്റ്റഡ് ലിസ്റ്റ്. ഓക്കെ, then there are different operations that can be performed on list, which includes concatenation, repetition,
മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്, സ്ലൈസിങ്, ഇൻഡെക്സിങ്, ഐട്രേറ്റിംഗ് എക്സെട്ര. നമുക്കിത് ഓരോന്നും എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കോൺകാറ്റനേഷൻ. കോൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒന്നിലധികം സംഭവങ്ങളെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിൻ്റെ കേസിലാവുമ്പോൾ രണ്ടോ അതിലധികമോ ലിസ്റ്റുകളെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ദർ ആർ സെവറൽ വേസ് ടു ജോയിൻ ഓർ കോൺകാറ്റനേറ്റ് ടു ഓർ മോർ ലിസ്റ്റ് ഇൻ പൈത്തൺ. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. നിങ്ങൾ സ്ട്രിങ്സിൻ്റെ കേസിൽ ഓൾറെഡി പ്ലസ് ഓപ്പറേറ്റർ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലിസ്റ്റിൻ്റെ കേസിലും പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് രണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. ദെൻ ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് അതിനെ പുതിയൊരു ലിസ്റ്റിലേക്ക് എടുത്തു. ആ പുതിയൊരു ലിസ്റ്റ് 3 പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ലിസ്റ്റിലെയും എലമെന്റ്സ് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ലിസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ. then another example, odd എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട് 1 3 5. then odd plus എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു ലിസ്റ്റിനെ ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ലിസ്റ്റ് വാരിയബിൾസിനെയാണ് ആഡ് ചെയ്ത്, ഇവിടെ ഒരു ഒറിജിനൽ ലിസ്റ്റിനെ തന്നെ ആഡ് ചെയ്യുന്നു. അപ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ലിസ്റ്റായിട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് കോൺകാറ്റനേഷൻ. നെക്സ്റ്റ്, കോൺകാറ്റനേഷൻ പോലെ തന്നെ ലിസ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് അപ്പൻഡ് ആൻഡ് എക്സ്റ്റെൻഡ്. നമ്മൾ മെത്തേഡ്സ്, ലിസ്റ്റിലുള്ള മെത്തേഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഇവിടെ പറയുള്ളൂ. അപ്പൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിലേക്ക് ഒരൊറ്റ ഐറ്റത്തിനെ, ഒരൊറ്റ എലമെന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് അപ്പൻഡ് മെത്തേഡ്. അതുപോലെ തന്നെ രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത പോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു മെത്തേഡാണ് എക്സ്റ്റെൻഡ് മെത്തേഡ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ഓഡ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട്. ഓഡ് ഡോട്ട് അപ്പൻഡ് ഓഫ് 7, ദാറ്റ് ഈസ് ഒരൊറ്റ എലമെന്റിന് നമുക്ക് ഈ ലിസ്റ്റിനെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് അപ്പൻഡ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 1 3 5 7 ഇതിൻ്റെ കൂടെ 7 കൂടി ആഡ് ചെയ്ത് കിട്ടും. ഇനി അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൻ്റെ കൂടെ പുതിയൊരു ലിസ്റ്റും കൂടി ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് 9 11 13 എന്ന് പറഞ്ഞ ലിസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് എക്സ്റ്റെൻഡ് മെത്തേഡ്. ദാറ്റ് ഈസ് ഓർഡർ ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് 9 11 13. ദാറ്റ് ഈസ് ഈ ഓഡിൻ്റെ വാല്യൂ ഓൾറെഡി 7 ആഡ് ചെയ്തിട്ട് 1 3 5 7 ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ഇത് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 3 5 7 9 11 13. ഓക്കെ, ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് റിപ്പീറ്റേഷൻ ഓർ റെപ്ലിക്കേഷൻ. സ്ട്രിങ്സിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെ സ്റ്റാർ ഓപ്പറേറ്റർ ആണ് ഇവിടെ റിപ്പീറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ഓപ്പറേറ്റർ റിപ്പീറ്റ്സ് എ ലിസ്റ്റ് ഫോർ എ ഗിവൺ നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഒരു എക്സാമ്പിൾ. ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി 10 20 30 ആണ്. ദെൻ ലിസ്റ്റ് 2 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് നമ്മൾ എപ്പോഴും റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ നമ്പറാണ് ഇവിടെ യൂസ് ചെയ്യുക. എത്ര തവണ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടോ അത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്ത് വരും. ദാറ്റ് ഈസ് ഇവിടെ 2 കൊടുത്ത കാരണം 2 പ്രാവശ്യം ഈ ലിസ്റ്റിലുള്ള എലമെന്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ഓക്കെ. Then next operation is membership testing. Membership testing is an operation carried out to check whether a particular element is a member of that sequence or not. That is എല്ലാ സീക്വൻസിലും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്. നമ്മൾ സ്ട്രിങ്ങിൽ ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ കേസിലും അത് തന്നെയാണ്. ഒരു എലമെന്റ് ഒരു ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്. അതിനുവേണ്ടി രണ്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററും നോട്ട് ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററും. നിങ്ങൾക്കറിയാം, ഇന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ചെക്ക് ചെയ്തിട്ട് ആ എലമെന്റ് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് നോട്ട് ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ലിസ്റ്റ് 1 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 3 എലമെന്റാണ് ആപ്പിൾ ബനാന ചെറി. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ് ഇഫ് ആപ്പിൾ ഇൻ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇൻ അല്ലെങ്കിൽ നോട്ട് ഇൻ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആപ്പിൾ ലിസ്റ്റ് 1 ഉണ്ട്, അതുകൊണ്ട് തന്നെ ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂ റിട്ടേൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇഫിൻ്റെ ഉള്ളിലത്തെ വർക്ക് ചെയ്യും. സോ നമുക്ക് ഇതാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് 1 ആപ്പിൾ ബനാന ചെറി. എന്നിട്ട് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ഓഫ് മാംഗോ നോട്ട് ഇൻ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാംഗോ നോട്ട് ഇൻ ലിസ്റ്റ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മാംഗോ ഈ ലിസ്റ്റ് 1 ഇല്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. അത് പ്രിന്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ. Then next concept is indexing. Indexing നമ്മൾ സ്ട്രിങ്ങിൽ പഠിച്ച അതേപോലെ തന്നെയാണ്. ഇൻഡെക്സ് ഓപ്പറേറ്റർ ആയിട്ട് ഈ ബ്രാക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൻ്റെ കേസിൽ പോലെ തന്നെ ലിസ്റ്റിലും ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. ദാറ്റ് ഈസ് ഒരു 5 എലമെന്റ്, ഒരു ലിസ്റ്റിൽ 5 എലമെന്റ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് ഫ്രം 0 to 4 ആണ് അതിലുണ്ടാവുക.
പിന്നെ എപ്പോഴും ഇൻഡെക്സ് ഔട്ടായിട്ട് ദാറ്റ് ഈസ് 0 to 4 5 എലമെന്റ് ഉള്ള ഒരു ലിസ്റ്റിൽ 0 to 4 വരെയുള്ള ഇൻഡെക്സേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ 6 എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എററാണ് ഇൻഡെക്സ് എറർ. അതുപോലെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫ്ലോട്ട് നമ്പേഴ്സ് ഇൻഡെക്സ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ നെസ്റ്റഡ് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ്, അങ്ങനെയുള്ള ലിസ്റ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ നെസ്റ്റഡ് ഇൻഡെക്സിങ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇത് കുറച്ച് ഇൻഡെക്സിങ്ങിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. PROBE ഇത്രയും 5 എലമെന്റ് ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ മൈ ലിസ്റ്റ് ഓഫ് 0 എന്ന് വിളിക്കുന്ന സമയത്ത് P ഔട്ട്പുട്ട് ആയി കിട്ടും. 2 വിളിക്കുന്ന സമയത്ത് 0 1 2 ദാറ്റ് ഈസ് O കിട്ടും. 4 വിളിക്കുന്ന സമയത്ത് 0 1 2 3 4 ദാറ്റ് ഈസ് E കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നെസ്റ്റഡ് ലിസ്റ്റിന്റെ കേസാണ്. ദാറ്റ് ഈസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് n ലിസ്റ്റ് എന്നുള്ള പേരിൽ. അതിൽ 2 എലമെന്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങും ഒന്നെന്ന് പറയണത് ഒരു ലിസ്റ്റും ആണ്. ഓക്കെ, ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യാണ് n ലിസ്റ്റ് ഓഫ് 0 1 എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. 0 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ആ ഹാപ്പി എന്ന് പറയുന്ന എലമെന്റിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 0 എന്ന് പറഞ്ഞ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനാണ്. ഈ എലമെന്റിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് 0 ഇൻഡെക്സ് ആണ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. സോ നമുക്ക് A എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ലാൻ ലിസ്റ്റ് ഓഫ് 1 3 എന്നാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് ഈ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് ഈ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ഇൻഡെക്സ് ദാറ്റ് ഈസ് 0 1 2 3 ദാറ്റ് ഈസ് 5 ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ലിസ്റ്റ് ഓഫ് 4.0 ആണ്. ഇറ്റ് വിൽ ജനറേറ്റ് എറർ. നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് ആയിട്ട് ഒരിക്കലും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എറർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നെഗറ്റീവ് ഇൻഡെക്സ്. സ്ട്രിങ്ങിനെ പോലെ തന്നെ നമുക്ക് ലിസ്റ്റിലും നെഗറ്റീവ് ഇൻഡെക്സ് വരും. എപ്പോഴും നെഗറ്റീവ് ഇൻഡെക്സ് ബാക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ -1 മുതൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 0 1 2 3 4 പോണ പോലെ തന്നെ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് -1 -2 -3 -4 -5 ഇങ്ങനെയാണ് ഇത് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ മൈ ലിസ്റ്റ് ഓഫ് -1 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് E. കാരണം -1 ഇൻഡെക്സ് ഉള്ളത് Eക്കാണ്. -5 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ഔട്ട്പുട്ട് P. കാരണം -5 ഇൻഡെക്സ് ഉള്ളത് Pക്കാണ്. ഓക്കെ, ദെൻ സ്ലൈസ് ലിസ്റ്റ് ഇൻ പൈത്തൺ. സ്ലൈസിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ സ്ട്രിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓൾറെഡി ഉള്ള ഒരു സീക്വൻസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കുറച്ച് മാത്രം ഒരു സബ് ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഈ സ്ലൈസിംഗ് ഓപ്പറേറ്ററിന് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോളൻ ആണ്. യു ക്യാൻ സ്പെസിഫൈ എ റേഞ്ച് ഓഫ് ഇൻഡെക്സസ് ബൈ സ്പെസിഫൈങ് വേർ ടു സ്റ്റാർട്ട് ആൻഡ് വേർ ടു എൻഡ് ദ റേഞ്ച്. ദാറ്റ് ഈസ് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എവിടെ വരെ എൻഡ് ചെയ്യണം എന്നുള്ള റേഞ്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു സബ് ലിസ്റ്റുകൾ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വെൻ സ്പെസിഫൈങ് എ റേഞ്ച് ദ റിട്ടേൺ വാല്യൂ വിൽ ബി എ ന്യൂ ലിസ്റ്റ് വിത്ത് ദ സ്പെസിഫൈഡ് ഐറ്റംസ്. നമ്മൾ ഒരു വലിയ ലിസ്റ്റിൽ നിന്ന് അതിൻ്റെ ഒരു കുറച്ച് പാർട്ട് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ പുതിയ ലിസ്റ്റായിട്ട് നമുക്ക് അത് സ്ലൈസ് ഓപ്പറേറ്റർ വഴി റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. നമ്മൾ കണ്ട പോലെ തന്നെ ലിസ്റ്റിൻ്റെ പേര്, സ്റ്റാർട്ട് ഇൻഡെക്സ്, സ്റ്റോപ്പ് ഇൻഡെക്സ്, ദെൻ സ്റ്റെപ്പ് വാല്യൂ. സ്റ്റെപ്പ് നമ്മൾ സ്ട്രിങ്ങിൽ പഠിച്ച പോലെ തന്നെ ഓപ്ഷണൽ ആണ്, കൊടുക്കണമെന്നില്ല. എത്ര നമുക്ക് ജമ്പ് ചെയ്ത് പോകണമെന്ന് കാണിക്കാനാണ് സ്റ്റെപ്പ് കൊടുക്കുന്നത്. സ്റ്റെപ്പ് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഒരു ലിസ്റ്റ് 1 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച്, കിവി, മെലൺ, മാംഗോ. ദെൻ ലിസ്റ്റ് 1 ഓഫ് 2 to 5 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം രണ്ടാമത്തെ ഇൻഡെക്സ് മുതൽ 5 ഇൻക്ലൂഡഡ് അല്ല 4 വരെയുള്ളത് വരും. ദാറ്റ് ഈസ് 0 1 2 മുതൽ 2 3 4 വരെ ഈ 3 എണ്ണം ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇനി ഫസ്റ്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുക്കാതെ 4 വരെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മുതൽ 4th ഇൻഡെക്സ് ഇൻക്ലൂഡഡ് അല്ല. ദാറ്റ് ഈസ് സ്റ്റാർട്ട് മുതൽ 3rd ഇൻഡെക്സ് വരെ വരും. ദാറ്റ് ഈസ് 0 1 2 3 വരെ വരും. ഓക്കെ, ദെൻ 2 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മുതൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് കൊടുക്കാത്ത കാരണം ലാസ്റ്റ് ഐറ്റം വരെ വരും. ദാറ്റ് ഈസ് 0 1 2 ചെറി മുതൽ മാംഗോ വരെ വരും. ഓക്കെ, നെക്സ്റ്റ് -4 to -1 ആണ്. നമുക്കറിയാം നെഗറ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാണ് കൊടുക്കുക. ദാറ്റ് ഈസ് -1 ഇവിടുന്ന് തുടങ്ങണം, -1 -2 -3 -4. ദാറ്റ് ഈസ് ഇത് -4 സ്റ്റാർട്ട് ചെയ്യും. -4 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം -1 ഇൻക്ലൂഡഡ് ആവില്ല, അതിന് തൊട്ട് മുന്നത്തെ. നമ്മൾ സാധാരണ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻക്ലൂഡഡ് ആവില്ല, അതിന് തൊട്ട് മുന്നത്തെ. അപ്പോൾ ഈ 3 എണ്ണം വരും. ഓക്കെ,
Then this is another example. ഇതുപോലെ തന്നെ ഒരു my list എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ PROGRAMIZ ഇങ്ങനെ ഇത്രയും സ്ട്രിങ്ങുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. പോസിറ്റീവ് ഇൻഡെക്സും നെഗറ്റീവ് ഇൻഡെക്സും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് കണ്ടാൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോസിറ്റീവ് ഇൻഡെക്സിൻ്റെ കേസിലും നെഗറ്റീവ് ഇൻഡെക്സിൻ്റെ കേസിലും ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then next iterating through a list, that is ഒരു ലിസ്റ്റ് വഴി എങ്ങനെ iterate ചെയ്യാം. iterating means ഒരു ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റ്സ് കൂടിയും കടന്നു പോകുന്നതിനെയാണ് iterating എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രിങ്ങിലൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ ഫോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴിയാണ്, ഫോർ ഓപ്പറേറ്റർ, ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ട്രിങ് ലിസ്റ്റിൽ കൂടെ iterate ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റിനെയും പ്രിന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ, ദെൻ ഒരു എലമെന്റ് ഇൻ ആ ലിസ്റ്റ് കൊടുക്കാം, ദെൻ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ എലമെന്റ് എന്താണോ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓരോ എലമെന്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഇവിടെ ഐ ലൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഫ്രൂട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എലമെന്റ് ദാറ്റ് ഈസ് വേരിയബിൾ ഫ്രൂട്ട് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഫ്രൂട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സമയത്ത് ഈ ഫ്രൂട്ടിൽ ആപ്പിൾ ആണ് വരിക. സോ ഐ ലൈക്ക് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ വീണ്ടും ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ടിൽ ബനാന വരും. സോ ഐ ലൈക്ക് ബനാന വരും. ദെൻ നെക്സ്റ്റ് ഐ ലൈക്ക് മാംഗോ വരും. അങ്ങനെ 3 എലമെന്റും കിട്ടും. സോ ഐട്രേറ്റിംഗ് ത്രൂ എ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് വഴി നമുക്ക് എങ്ങനെ ഒരു ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റും കൂടി മൂവ് ചെയ്യാം, അതിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടബിൾ ആണ്. പക്ഷെ സ്ട്രിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മ്യൂട്ടബിൾ അല്ല എന്നുള്ളത്. ലിസ്റ്റ് മ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ വഴി ആ ലിസ്റ്റിലുള്ള എലമെന്റുകളെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ഓർഡർ 2 4 6 8 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു തെറ്റാണ്. ഇത് ഓർഡർലി ഒരിക്കലും 2 4 6 8 അല്ല വരേണ്ടത്. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒരൊറ്റ എലമെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കറിയാം ഇതിന്റെ ഇൻഡെക്സുകൾ 0 1 2 3 ആണ് ഇതിന്റെ ഇൻഡെക്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ഓഫ് 0 = 1 എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഈ ഓർഡർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 0th എലമെന്റ് 2 മാറി 1 വരും. പക്ഷെ നമുക്ക് അറിയാമായിരുന്നു സ്ട്രിങ്ങിന്റെ കേസിൽ അങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല, എറർ ആണ് വന്നിരുന്നത്. പക്ഷെ ലിസ്റ്റിന്റെ കേസിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 മാറി അവിടെ 1 വന്നിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരൊറ്റ സിംഗിൾ എലമെന്റ് ചേഞ്ച് ചെയ്തതാണ്. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് 1 to 4 വരെയുള്ള എല്ലാ എലമെന്റും ചേഞ്ച് ചെയ്യാം. 1 to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ 0 1, അതായത് ഇതാണ് ഇപ്പോൾ കറണ്ട് ലിസ്റ്റ്. കാരണം ഇവിടെ മാറ്റി ഈ കറണ്ട് ലിസ്റ്റിൽ 1 to 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 0 1 2 3 4. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻക്ലൂഡഡ് ഉള്ള തൊട്ട് മുന്നത്തെ, ദാറ്റ് ഈസ് 1 മുതൽ 3 വരെയുള്ള പൊസിഷൻസിൽ 3 5 7 അസൈൻ ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഒരൊറ്റ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് പകരം ഒരു റേഞ്ച് ഓഫ് വാല്യൂസും നമുക്ക് ഈക്വൽ ടു വെച്ചിട്ട് അസൈൻ ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഈ 4 6 8 മാറിയിട്ട് അതിന് പകരം 3 5 7 വരും. ഇത് ഓഡ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ലാസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് ദിസ്. ഓക്കെ, അപ്പോൾ സോ സ്ട്രിങ് ഈസ് മ്യൂട്ടബിൾ. ഓക്കെ, സോ ഇത്രയാണ് സ്ട്രിങ്ങിൽ വരണ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.